SFI നേതാവ് അഭിമന്യുവിനെ PFI ക്യാമ്പസ് ഫ്രണ്ട് ഭീകരർ കൊലപ്പെടുത്തിയ കേസ് ഇന്ന് വീണ്ടും കോടതിയിൽ. പ്രതികൾക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തുമെന്ന് പ്രോസിക്യൂഷന്റെ ആവശ്യം പരിഗണിക്കും. കേസിൽ 4 മാസത്തിനകം വിചാരണ പൂർത്തിയാക്കി വിധി പറയണമെന്ന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു. നിഷ ദിലീപാണ് കൊച്ചിയിൽ നിന്നും ചേരുന്നത്. നിഷ, ഈ കേസ് നമുക്കറിയാം, SFIയുടെ നേതാവായിരുന്ന അഭിമന്യുവിനെ ക്യാമ്പസ് ഫ്രണ്ടിന്റെ ഭീകരർ കൊലപ്പെടുത്തിയതിനു ശേഷം പിണറായി സർക്കാർ തന്നെ ഈ കേസ് വല്ലാതെ വലിച്ചിഴച്ചുകൊണ്ട് പോയിരുന്നു. PFIയുടെ ഭീകരന്മാരെ ഒരർത്ഥത്തിൽ സഹായിക്കുന്ന ഒരു നിലപാട് തന്നെയായിരുന്നു ആ സർക്കാരിന്റെ കാലത്തെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പോൾ ഈ കേസിന്റെ സാഹചര്യം എന്താണ്? ഇന്ന് കോടതിയിൽ എന്തൊക്കെ നടപടികൾ ഉണ്ടാകാനാണ് സാധ്യത, നിഷ? ഗൗതം, ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഇന്നിപ്പോൾ അഭിമന്യു വധക്കേസ് കോടതിക്ക് മുന്നിലെത്തുകയാണ്. ഈ പ്രതികൾക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തണമെന്നാണ് ഇന്ന് പ്രത്യേകിച്ചും പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെടുക. അഭിമന്യു, അതായത് മഹാരാജാസ് കോളേജിലെ SFI നേതാവായിരുന്ന അഭിമന്യുവിൻ്റെ കൊലപാതക കേസിൽ 4 മാസത്തിനകം തന്നെ വിചാരണ പൂർത്തിയാക്കി വിധി പറയണമെന്ന് ഹൈക്കോടതി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിക്ക് നിർദ്ദേശം നൽകിയിരുന്നു. എന്തായാലും വിചാരണ ഉടൻ തന്നെ പൂർത്തിയാക്കണമെന്നാണ് കോടതി നിർദ്ദേശം നൽകിയത്. 2018 നടന്ന കൊലപാതകമാണ്. 2018 ജൂലൈ 2-നാണ് ക്യാമ്പസ് ഫ്രണ്ട് ഭീകരർ അഭിമന്യുവിനെ ക്രൂരമായി കൊലപ്പെടുത്തിയത്. അഭിമന്യു കൊല്ലപ്പെട്ട് 8 വർഷത്തിന് ശേഷമാണ് വിചാരണ നടപടികളെല്ലാം തന്നെ തുടങ്ങിയത്. എന്തായാലും പ്രതികൾക്കെതിരെ IPC സെക്ഷൻ 323 കൂടി ചുമത്തണമെന്നാണ് പ്രോസിക്യൂഷൻ പ്രധാനമായും ആവശ്യപ്പെടുന്നത്. അതായത് മനഃപൂർവ്വം ഉപദ്രവിക്കൽ, പരിക്കേൽപ്പിക്കൽ എന്നീ കുറ്റങ്ങളാണിത്. പ്രധാന പ്രോസിക്യൂഷൻ സാക്ഷികളായ അഭിമന്യുവിൻ്റെ സുഹൃത്തുക്കളെയും അന്ന് ഈ ക്യാമ്പസ് ഫ്രണ്ട് ഭീകരർ അതിക്രൂരമായി ആക്രമിച്ചിരുന്നു. നേരിട്ട കുറ്റകൃത്യത്തിൽ പങ്കെടുത്ത 16 പേരാണ് കേസിലെ പ്രതികൾ. ഗൂഢാലോചനയിൽ പങ്കെടുത്ത എല്ലാവരെയും കണ്ടെത്താനുള്ള അന്വേഷണം പൂർത്തിയായിട്ടില്ല. പക്ഷേ ഈ ഗൂഢാലോചനയിൽ പങ്കെടുത്തവരെ കണ്ടെത്താനുള്ള അന്വേഷണം പൂർത്തിയാകാത്തത് വിചാരണയ്ക്ക് തടസ്സമാകരുത് എന്നാണ് കോടതി പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞത്. എന്തായാലും തെളിവ് നശിപ്പിച്ചവരും പ്രതികളെ ഒളിവിൽ കഴിയാൻ സഹായിച്ചവരും അടക്കം പ്രതിപട്ടികയിലുണ്ടാകും. ഗൂഢാലോചകരിലേക്ക് നീളുന്ന അന്വേഷണം പൂർത്തിയാകാത്തത് വിചാരണയ്ക്ക് തടസ്സമാകില്ല എന്ന് പ്രോസിക്യൂഷൻ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും വീണ്ടും ഇന്നിപ്പോൾ കോടതിയിൽ കേസ് എത്തുകയാണ്. പ്രധാനമായും ഈ പ്രതികൾക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തണമെന്നാണ് ഇന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെടുന്നത്. നിഷ, വ്യക്തമാണ്. SFI നേതാവ് അഭിമന്യു വധക്കേസ് ഇന്നിപ്പോൾ വീണ്ടും കോടതിയിൽ എത്തുകയാണ്. ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങൾ നേരത്തെ ഈ കേസിൽ വന്നിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ വിചാരണ പൂർത്തിയാക്കണമെന്ന നിർദ്ദേശമാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അതിനുശേഷം ഇപ്പോൾ വീണ്ടും സെഷൻസ് കോടതിയിൽ ഈ കേസ് പരിഗണനയ്ക്കായി എത്തുകയാണ്. നിഷ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.